നിന്റെ അമ്മയ്ക്ക് മാങ്ങ മസാല ദോശ വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടു കടയിന്ന്. അല്ല എനിക്കത് കഴിവുള്ള സൂര്യബോസ് ഇരിക്കണേ അണ്ണനുണ്ടാ? അല്ല 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 ഇനി നിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് അലീനയുടെ വയറ്റിലുള്ളത് നിന്റെ കൊച്ചാണെന്നുണ്ടെങ്കിൽ വിശ്വാസമല്ല അവന്റെ കൊച്ചച്ഛൻ കൊച്ചച്ഛന്റെ മോൻ പെണ്ണുമുള്ള പെണ്ണുമുള്ളയുടെ என்னடா டிரைவிங் என்னடா இந்த மாதிரி டிரைவ் பண்ற வண்டி நேரா ஓட்டி கறவுடா சூர்யா சூர்யா அந்த வண்டி எடுத்து வண்டி இப்ப தர ஓகே வேண்டாம் டேய் சூர்யா டேய் ஒரு வண்டி எடுத்தா സോയ എടുക്കണല്ലേ എവിടാ? കാത്തി ഉണ്ടോ നോക്കാനാ? കാത്തിയാ? ആ മറ്റേ കൊച്ചല്ലേ? നോക്കട്ടെ. ചന്ദ്രു ആ വണ്ടി എടുക്കാം പോവാം. ആ പോവാം പോ. ആ ഏതേലും അടിക്കാം. ആ എന്റെ നിപ്പാട്ട ഒള്ളേ തക്കാളി என்ன வண்டியா? என்ன இங்க வா, என்ன பிரச்சனை சொல்லு. ഈ വണ്ടി ഓടത്തില്ല, ഇത് വണ്ടി ഓടത്തില്ല. ഞാൻ ചെറുക്കന്റെ പ്രശ്നം കേട്ടു കേട്ടെ. ആ വാ ഡീപ്പ് വാ 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 വാ. என்ன பிரச்சனை என்ன சொல்லு சொல்லு. ആർക്ക്? അമ്മയ്ക്ക് വേറെ അവള് വല്ല വാരി വലിച്ച് കഴിച്ചിട്ട് വല്ല വയറിളക്കം ആയിരിക്കും. ശരിയാവൂത് ഗ്യാസിന്റെ. ഹലോ പ്രിയല്ല, ഇങ്ങോട്ട് വാ സൂര്യ. ബ്രോ ഒരു കാര്യം സംസാരിക്കാം ബ്രോ. ഇപ്പൊ വരാം ബ്രോ. ഫോട്ടോ என்ன கிட்டத்தட்ட ஒரு 10 டைம்ஸ் வாமிட் பண்ணாங்க. அதுக்கப்புறம் என்கிட்ட ചോദിக்கிறாங்க மாங்காய் தா மாங்காய், எனக்கு மாங்காய் കഴിക്കണം போல இருக்கு, அப்புறம் மசாலா தோசை കഴിക്കണം போல இருக்கு. നിന്റെ അമ്മയ്ക്ക് മാങ്ങ മസാല ദോശ വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടു കടയിന്ന്. ഞാൻ ഇനി വരണോ വാങ്ങിച്ചു കൊടുക്കാൻ? അല്ലപ്പാ, അമ്മക്ക് வந்து ரொம்ப வயிறு வேதனை, எந்த டாக்டரும் நோக்க மாட்டேங்குது. சன்னி குருவலாட்ட வந்து ஏதோ அப்பாயின்மெண்ட் வாங்கியிருக்கான். அம்மாக்கு ரொம்ப ரொம்ப டயர்டா உண்டுன்னு சொல்லி அம்மா. ആണോ? என்னப்பா അത് വയറുവേദന ആയിരിക്കോടാ. വയറുവേദന നിന്റെ അമ്മ പറഞ്ഞു. വയറുവേദന എനിക്കും അറിയാം. ഞാൻ ഡോക്ടറാ. ഞാൻ എന്തിനാ പഠിച്ചേ? அம்மா பாவம்ப்பா, ஏதோ சொல்லி ஏதோ சரி பண்ணி விடுப்பா அம்மாவை. ஏதோ நல்ல டாக்டரை நோக்கணும்ப்பா. அதாவது இன்னைக்கு இல்ல நாளைக்கு, அம்மா இன்னைக்கு வருமானம் இல்ல, நாளை போய் നോക്കാംപ്പാ நல்ல டாக்டர். പിന്നെ നിന്റെ അമ്മയുടെ ആശുപത്രി കൊണ്ട് എന്റെ പണി. എനിക്ക് വേറെ പണിയുണ്ട്. കുറെ കൊട്ടേഷനുള്ള. നാളെ 5-6 പേരെ കൊന്നു കളയുള്ളതാണ്. കുറച്ച് തിരക്കാം. ഇവിടെ അമ്മ എവിടെ നിന്റെ? அம்மாக்கு பெட்ரோல் ஸ்மெல்லே ஒத்துக்கல. பெட்ரோல் ஸ்மெல் கூட ரொம்ப வயிறு வையன்னு பரையறாங்க. പെട്രോൾ സ്മെല്ല്? அம்மாக்கு பெட்ரோல் ஸ்மெல் கூட ஒத்துக்கலப்பா. ഒത്തുക്കലെന്ന് പറഞ്ഞാൽ പെട്രോളിന് ആരും പിന്നെ പെട്രോൾ അവൾ കുടിക്കുന്നത്. പെട്രോളിന്റെ മണം ഇഷ്ടപ്പെടില്ല. വണ്ടിയിൽ എടുത്ത് ഊത്തുമ്പോൾ അമ്മക്ക് ரொம்ப വാമിറ്റ് ഓവറായി. അത് പെട്രോളിന്റെ മണം ചിലർക്ക് ഇഷ്ടപ്പെടും. നീ എന്തോടാ പറയണേ? அப்ப இத்தனை ദിവസം அது போல இல்லப்பா. பெட்ரோல் மனம் எனக்கு ரொம்ப பிடிச்சிருக்குன்னு പറയാ அம்மா. இப்ப அது போல இல்ல, ரொம்ப வைய, எனக்கு டயர்டா உண்டு, எனக்கு மாங்காய் കഴിക്കണം போல உண்டு, அதுக்கப்புறம் எனக்கு மசால் தோசை കഴിക്കണം போல உண்டு, அப்படி இப்படின்னு പറയുப்பா அம்மா. டயர்டா உண்டு, எனக்கு வாமிட் வந்துட்டே இருக்கு എന്ന് പറഞ്ഞേ? ഇന്ന് ഞാൻ നോക്കുമ്പോൾ പറഞ്ഞിരാ അമ്മ. ഒരു സെക്കൻഡ്. എടാ വില്ലുമോനെ ഒരു കാര്യം ഇങ്ങോട്ടോ. അതെ പാച്ചൂസ് എന്ന് വന്നേ. പാച്ചൂസ് ഒന്ന് വന്നേ.
ആര് വിളിക്കുന്നു നീകന്റെ ഗ്യാങ്സിന് മുന്നിൽ തിരക്കിയിപ്പുണ്ട്. ആ ഞാൻ ഇവിടെ മൂക്കിലോടെന്ന് പറയാ. അതെ അലീനക്ക് ഭയങ്കര വയറുവേദന. ഒരു സെക്കൻഡ്. ഹലോ എടാ ഗ്യാങ്സിലല്ല സോറി ഞാൻ മുതുക്കില് അലീനക്ക് ഭയങ്കര വയറുവേദന. അതാ വയറുവേദന. സൂര്യ എടുത്ത് മാങ്ങയൊക്കെ ഉണ്ടാന്ന് ചോദിച്ചെന്ന്, മസാല ദോശ കഴിക്കാൻ ചോദിച്ചെന്നൊക്കെ സൂര്യ പറയുന്നു. അത് എന്തേരം വയറ് എന്തായിരിക്കും? എന്താണ് ഈ പറയുന്നേ? പച്ചമാങ്ങയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ചന്ദ്ര ഒരു അല്ല പച്ചമാങ്ങ ഒരു മനുഷ്യൻ ഇപ്പൊ എനിക്ക് പഴുത്ത മാങ്ങ കഴിക്കാൻ കൊതി തോന്നണം. ഇപ്പൊ സത്യം പറഞ്ഞ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അച്ചം പൊച്ചം കടിച്ചു കഴിക്കും. മനസ്സിലായില്ലേ? അതിനർത്ഥം വേറെന്തെങ്കിലും എന്നാണെന്നാണ്. അതണക്കാണല്ലോ പച്ചമാങ്ങയും മസാല ദോശയൊക്കെ അത് ഇത്തിരി പ്രശ്നമാണ് ചന്ദ്രു. ചന്ദ്രൻ ആലോചിച്ച് നോക്കിയ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ചന്ദ്രു അല്ലേച്ചും കൂടെ എവിടെയെങ്കിലും പോയായിരുന്നോ ഈ ഇടയ്ക്ക്? ഇല്ല അവളെനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടല്ലോ. അപ്പൊ പേടിക്കണ ചന്ദ്രന്റെ അല്ല ചന്ദ്രന്റെ അടുത്ത് പോയോ എവിടെയെങ്കിലും? അല്ല അങ്ങനെയൊന്നുമില്ല. ഞാനും അവരോട് പല സ്ഥലത്ത് പോറുണ്ട്. പിന്നെ എല്ലാം കണ്ട എല്ലായിടത്തും പറയാൻ പറ്റുമോ എവിടെയൊക്കെ പോയെന്ന്? ശരിയാ ചന്ദ്രു, കേട്ടിടത്തോളം ഒരു സൂര്യബോസ് 2.0 വരുന്നെന്നാണ് എന്റെ ഒരു അറിവ്. അമ്മയുടെ നാളെ പോട്ടെ. ഈനോ ഉണ്ട് ഈനോ ഇത് ഈനോ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, ഗ്യാസിന്റെ ആണ്. അത് ഇത് ഒരു വെള്ളത്തിൽ അത് കഴിക്കാൻ തോന്നുന്നു ചിലർക്കൊക്കെ എങ്ങനെയാണ്. ചിലർക്ക് അവരെ പിന്നെ എന്തിന് ഞാൻ വെച്ചല്ലേ. അല്ല പാച്ചത്തിന് പച്ചവെള്ളം കഴിക്കാൻ തോന്നാറുണ്ട് അങ്ങനെ ഇടക്കിടക്ക്? ഇല്ല എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ലായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. തോന്നില്ല. എടാ വണ്ടി എടുത്ത് സൂര്യ വണ്ടി എടുത്ത നീ അവിടെ ആശുപത്രി കൊണ്ടാളാ. സൂര്യ ഉന്നോട് അപ്പക്കല്ല എന്ത് എടി ആദ്യം നീ വില്ലുമന കഴിവുണ്ടാ നോക്കടി. അതുകൊണ്ടല്ല നീ ഇതിന്റെ പച്ചവാങ്ങി കഴിക്കാൻ നടക്കണം. ഏട്ടടി നീ പോയിട്ട് ആദ്യം അവരുണ്ടാവും ചോദിച്ചു ആദ്യം. ഓടി നമ്മളെ വണ്ടി ഇടിച്ച് കയറ്റി ഇറക്കത്തുന്ന അവളെ. പോട്ടെ പച്ചേ പോയേ മാറേ നീ യൂഫോം വന്നയാ കണ്ട ആര്യവനൊക്കെ കൊറേ ഇറങ്ങിക്കോളും. ഏലിയനും അണ്ണാമ്പണ്ണി മരപ്പട്ടി വേട്ടാവളിയൻ. അണ്ണാ എന്തിനാണ് അങ്ങനെ പറഞ്ഞ? ഞാൻ അല്ലല്ല അണ്ണാ അവന്മാര് എന്തിനു വലിച്ചാലും ഇവ സംസാരിക്കാത്ത സിറ്റുവേഷനിൽ അവന്മാർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇല്ല അത് സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് അവൻ പറഞ്ഞ് ആരെങ്കിലും കൂടെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അത് അവരുടെ അടുത്ത് പറഞ്ഞു. നമ്മള് കാണാതെ പോകുന്ന ഒരു സംഭവമാണ് ഈ വണ്ടിയിൽ ഇപ്പോഴും ഒരു ഇരിപ്പുണ്ട്. അവന്റെ ആ ഒരു അല്ല അവ ഇറങ്ങൂല, അവ സംസാരിക്കത്തില്ലല്ലോ. അവൻ അനങ്ങൂല, വാബുല അനക്കൂല. എന്തേലും പറഞ്ഞാ പോലും തിരിഞ്ഞു പോലും എന്നൊക്കെ പറഞ്ഞ റൊസാരിയോ റോഡ്രിഗസ് നമ്മള് ഫുൾ പാക്കേജാ. നമുക്കൊരു ആപത്ത് വരുമ്പത്തേക്ക് ബോഡിയെങ്കിലും വീട്ടിലെത്തിക്കാൻ അത് പറഞ്ഞു. അണ്ണാ നമുക്ക് വല്ലതും പറ്റിയാലേ ബോഡിയെങ്കിലും വീട്ടിലെത്തിക്കണം. അന്നിങ്ങോട്ടൊരു കാര്യം പറയട്ടെ, വാസനിങ്ങോട്ടൊരു കാര്യം പറയട്ടെ, അന്നിങ്ങോട്ടൊരു കാര്യം പറയട്ടെ. ആ സംഭവം സൂര്യബോസ് പറയുവാണേ,
അലീനയ്ക്ക് 2 ദിവസം കൊണ്ട് ഭയങ്കര വയറുവേദനയാണ്. വയറുവേദനയും ഭയങ്കര ക്രേവിങ്സ്, മാങ്ങ കഴിക്കാനൊക്കെ തോന്നുന്നൊക്കെ. നിന്നെ ചതിച്ചല്ലേ അപ്പൊ അലീന. എന്നാ മാങ്ങ കഴിക്കാൻ തോന്നണം. 10 വാട്ടി വാമിട്ട് എടുത്ത അമ്മ. നിന്നെ ചതിച്ചല്ലേ അപ്പൊ അലീന. ഇല്ലടാ ഞാൻ പറഞ്ഞതാണ്, അത് പറഞ്ഞത് അല്ല എന്തായാലും നിന്റെ അല്ലല്ലോ അളിയാ, നിനക്ക് അതിനുള്ള കഴിവില്ലല്ലോ. അല്ല എനിക്കിത് കഴിവുള്ള സൂര്യബോസ് ഇരിക്കണേ. അണ്ണനുണ്ടാ കൊച്ച്? ഇവൻ ദത്തെടുത്തല്ലടാ നീ ദത്തെടുത്ത് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ദത്തെടുത്തോണ്ടോ? അല്ല 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 നീ ദത്തെടുത്ത ദത്തെടുത്തോണ്ടോന്നല്ലടാ നീ. അല്ല 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 ഇതെന്റെ പിന്നെ ഈ ചെറുക്കൻ എങ്ങനെ തമിഴ് പറയുന്നത് ഇപ്പം? പറ. തമിഴ് ഞാൻ പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ചു. മലയാളം നല്ലപോലെ സംസാരിക്കും. ഇതാണ് മലയാളം. അടിച്ചു നിന്നെ തിരിച്ചു കളയും. ഇതൊന്നും അല്ല മലയാളം. നീ എന്താ പറയണേ? അവൻ മനസ്സിലാക്കാൻ അരമണിക്കൂർ എടുക്കും. ജനിച്ചപ്പോ തൊട്ട് എന്റെ മോനെ വെർസറ്റൈൽ ബേബി ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. സോ അതുകൊണ്ട് ഞാൻ പലതരം ലാംഗ്വേജ് മറാഠി സംസാരിക്കും. മോനെ മറാഠി സംസാരിക്കാം. ലവിടെ എന്നൊക്കെ ആണ്. മറാഠിയാണ് മറാഠി 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 എന്ന് പറഞ്ഞ കന്നഡ കന്നഡ പറഞ്ഞ കന്നഡ 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 ഏകത്ത് മോനെ. ഇത് അറബി. അസറിയറസവളി കളി അതല്ലേ അത്? ഇത് തമിഴ് പാട്ട്. അല്ല 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 തമിഴ് തമിഴ് പാട്ട്. ഇതെല്ലാം സാമ്യതയുള്ള ഭാഷകളല്ലേ അണ്ണാ? ഇവിടെ അത് ഇവിടെ അത് ഇവിടെ. ഡേ എനിക്ക് വല്ലതും പറ്റിയ എന്റെ ശവം വീട്ടിലെത്തിക്കണം കേട്ടല്ലോ. എനിക്ക് വല്ല ആയ എന്റെ ശവം ഒന്ന് വീട്ടിലെത്തിക്കണം ഒന്ന്. എവിടാ എവിടാ എടാ നീ എന്നെ പരിപാടിയുടെ കാണിച്ചേ? നീ എവിടാ? ഞാൻ ഇങ്ങോട്ട് എന്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. പറയണ്ടേ, എന്നെ വിളിക്കണ്ടേ ഒന്ന്? പോടാ അവിടുന്ന്, എനിക്ക് സത്യമായിട്ട് പേടിയായിട്ടാ. കൊള്ളാലോ, ഇതൊക്കെ ചെറിയ പരിപാടിയല്ലേ? നീ എന്തോടെ ഞാനാ എന്നെ കൊണ്ടിട്ടിരിക്കുന്നേ? ഇപ്പൊ എവിടെ ഉണ്ട്? പേടിക്കല്ലേ? ഫ്രണ്ടിലുണ്ട്. ചെറിയ പ്രശ്നം, ഇങ്ങനെ പേടിക്കല്ലേ? ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നു. എന്നാ നീ മുതുക്ക് വര, നീ തിരിച്ചു വരുമ്പോ ഞാൻ വിളിക്കും. പോയാ അവൻ. എന്നെ ഇടിച്ചമാര് പോയാ പോയാമാര്. എന്താ എന്താ പറഞ്ഞേ? എടാ ഇപ്പൊ എന്താ ഉണ്ടായേ? മെസ്സി 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 അർജന്റീന 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 ഇന്ന് കളിയുണ്ടോ? ഇന്ന് കളികളുണ്ടോ? മെസ്സി മെസ്സി മെസ്സി. ഞാൻ ബ്രസീൽ ഫാനാണ്. എനിക്കറിയാൻ പറ്റില്ല. ആരോടുന്ന്? നീ എന്താ പറഞ്ഞോണ്ടിരുന്നേ? അണ്ണാ ഇത് സംഭവം ഗ്യാസിന്റെ ആണ്. ഇപ്പൊ സൂര്യക്ക് ടെൻഷൻ, ഒരേ ടെൻഷൻ. அது என்ன ஆயிடுச்சுன்னு பாருங்க. ஃபர்ஸ்ட் வந்து அப்பா பம்பு போடும். பம்பு போகும்போது அம்மா வந்து 10 டைம்ஸ் வாமிட் எடுத்து, ஒரு டைம் இல்ல 10 டைம்ஸ் வாமிட் எடுத்து, அப்புறம் ஆ சமயத்துல വോമിറ്റ് എടുത്താ തവണ വോമിറ്റ് വാരി എടുത്താ? அல்ல அது போல. அதுக்கப்புறம் அம்மா கொஞ்சம் தூரம் கார் ஓட்டும் போது சோதிச்சு, எனக்கு ஃபுட் കഴിக்க மசால் தோசை வேணும். அதுக்கப்புறம் எனக்கு டயர்டா இருக்கு. ஐ ஆம் வெரி சாரி. மாங்காய் வேணும், பச்சை மாங்காய் வேணும்.
അതെല്ലാം ചോദിച്ചു. വയറിളകുമ്പോ പഠിക്കും ഇതെല്ലാം ഇവിടെ നിന്ന്. ഇതെല്ലാം തൂറ്റല് പിടിപ്പിക്കുമ്പോ മാറും കേട്ടോ. ഈ കണ്ടാൽ സാധനങ്ങളൊക്കെ വാരി സോഡ. അണ്ണാ എന്തൊരു സോറി. എന്താടാ? ഐ എം വെരി സോറി. അയ്യോ എന്നോട് എന്തിനാ സോറി പറയുന്നത്? നിന്റെ വൈഫല്ലേ? അല്ലാണ്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി. എന്ത്? ഇനിയിപ്പോ ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അണ്ണാ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൊന്ന് ചന്ദ്ര, അലീനക്ക് വയറ്റിളക്കോ തൂറ്റലോ എന്താണ്? നീ കൊണ്ട് ആശുപത്രി കാണിക്കളിയാ? ഒരു ഡൗട്ടും ഇല്ല. നീ കടന്ന് ചിന്തിക്കല്ലേ നീ അധികം. ഫുഡ് പോയിസൺ എന്തോ അടിച്ച് തൂറ്റല് പിടിച്ചതാണ്. എത്രയും പെട്ടെന്ന് വൈറസ് എന്താണത്? അണ്ണാ സൂര്യ നീ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം അങ്ങ് നടത്തുന്നത്. അച്ഛന്റെ സാധനം കല്യാണം നടത്താനേ നിന്റെ ഓപ്പണേജ് കളഞ്ഞു പോയ തന്തയില്ലേ? നീ നാട്ടിലെല്ലാവരുടെ കക്ഷത്തിലെ രോമം പറിച്ചിട്ട് നീ പോയിട്ട് നിന്റെ തന്ത കറക്റ്റ് തന്ത ഇനി കണ്ടുപിടിക്കണം. എന്നിട്ട് പുള്ളിയോട് നടത്തി തരാൻ പറയണം. ഒരു ദിവസം വേഷം കെട്ടി മുണ്ട് കൊടുത്ത് കോണാനും ഇട്ട് മറ്റേ ഇതും മറ്റും ഞാനും ജോക്കിയൊക്കെ വന്നതാണ് ആ വീട്ടിൽ കല്യാണം നടത്താൻ. എന്നിട്ട് എന്നെ അതുപോലെ ഞങ്ങൾ നാണം കെട്ടറ അവിടെ വിഷമമുണ്ട് എനിക്ക്. ഞങ്ങൾ വിഷമം കെട്ട് നാണം കെട്ട് വന്നവരാ ഞങ്ങൾ. ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും പോവാം. ഇനി ആ വീട്ടിലോട് കല്യാണം നടത്താൻ. ജോക്കി അറിഞ്ഞോണ്ടല്ലോ വെട്ടി നുറുക്കും നിന്നെ. അണ്ണാ ഇങ്ങനെയാണ് എനിക്ക് ഒരു ഒറിജിനൽ മോനെ വളർത്തണമെന്നുണ്ടോ? കുറെ നാൾ വല്ല വല്ല മോനെ വളർത്തി മടുത്ത്. കൊച്ചു മനസ്സല്ലേ അവന്റെ. അല്ല സൂര്യ ഉദ്ദേശിച്ചല്ല. സൂര്യ എന്റെ മോല്ലേ. അല്ല ഞാൻ ഉദ്ദേശിച്ച സൂര്യ നമ്മുടെ അപ്പുക്കുട്ട അല്ലേ? അപ്പുക്കുട്ട മറ്റേ അപ്പു ഇല്ലേ? അപ്പുവൻ അവന്റെ ഉദ്ദേശിച്ചത്. അണ്ണാ ഞാൻ കുറച്ച് പിള്ളേർ ഇത്രത്തെ വളർത്തുന്ന ഒരവസ്ഥയാണ്. അവരെ കാര്യം പറഞ്ഞാണ്. അവരൊക്കെ അനാഥരായി ശരിക്കും. നമുക്കൊരു ഓഫനേജ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഓഫനേജ് ഇങ്ങനെയാണ് വാർഡൻ. പിള്ളേര് മാത്രമേ ഉള്ളൂ. ഇവനാണ് സാറ്. പിള്ളേരെ പഠിപ്പിക്കുന്ന സാറ് മാറ്റി പോകും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെടാ. ഇനി ചന്ദ്ര നിന്റെ കല്യാണം കളവാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരാൻ പറ്റും. ഞാൻ വരത്തില്ല. ഞാൻ ആ 7 അയലത്ത് വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവണം. അതങ്ങനെ പറഞ്ഞാൽ നീ ഉണ്ടാകണം കല്യാണത്തിന്. താലിമാലെന്നൊക്കെ പറഞ്ഞ് തട്ടവും പിടിച്ച് ഞാൻ അവിടെ നിന്നതാ പൊട്ടനെ പോലെ. ഞങ്ങള് കല്യാണത്തിന് വന്നപ്പോ അവൾ ആറ്റിച്ചാടുവെന്ന് ആറ്റിച്ചാടുവെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി നിൽക്കണം. അണ്ണനെ ഫുള്ള് ജവാനെട്. അണ്ണനെ ഫുള്ള് ജവാൻ കൂടെ. അണ്ണാ ഒരാടി. എനിക്ക് കള്ളുടിക്കേണ്ട ആവശ്യമില്ല. ഒരു വാറിനൊക്കെ പോണല്ലോ നമ്മള്. അണ്ണാ ഒരു വാറിനൊക്കെ പോണല്ലേ അണ്ണാ. എടാ എന്റെ ബർത്ത്ഡേ പരിപാടികൾക്ക് കുറച്ചധികം കുടിച്ചായിരുന്നു. അതുകൊണ്ട് ലിവർ സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനിപ്പോ കുടി നിർത്തിയിരിച്ചിരിക്കും. ഒരാഴ്ച. അണ്ണാ നല്ലതാണേട്ടാ. അണ്ണ ഓട്ടെ മരിച്ചു. ലിവർ വളരുവണ്ണ അതറിയില്ലേ? ലിവർ അണ്ണ ഒരു വർഷം കുടിക്കണ്ട. ബ്രെയിൻ വളരില്ല. അത് എക്സാമ്പിൾ അണ്ണാ ഈ അധികം മദ്യപിക്കുന്നവരെ ഇടക്കിടക്ക് ലിവർ വെട്ടി വരണം ഓപ്പറേഷൻ ചെയ്ത് കാര്യട്ട്. എന്നാ നല്ലത് വളരത്തുള്ളൂ. ഗോകുലത് എത്ര എക്സൈസ് ഉണ്ടെന്ന് അറിയോ? എടാ ലിവർ എന്നാ പറഞ്ഞേ ഗോകു. ലിവർ ചെവിക്കകത്ത് എന്തായിരിക്കണം അതിന്റെ അണ്ടിപ്പരിപ്പരിക്കണം ചെവിക്കകത്ത്. മാങ്ങ ചോദിച്ചെന്ന് സൂര്യനോട് പച്ചമാങ്ങ ചോദിച്ചെന്ന്. പോസിബിൾ അല്ല. അണ്ണാ ഞാൻ എടാ എവനുണ്ടല്ലോ എന്റെ ജീവിതത്തിൽ വലിഞ്ഞേറി വന്ന് എന്റെ ജീവൻ നശിപ്പിച്ച ഒരു മാരണമാണ് ബാക്കി പാവം ഇവിടെ കൊണ്ടാക്കി അവൻ അളിയ അവൻ അവിടെ റൂം എടുത്തിട്ട് മാമന്മാരൊക്കെ കൂടി അവനെ റേപ്പ് മറ്റേ ഇത് മൊളാസ്റ്റ് ചെയ്യാൻ നോക്കിയെന്നളിയാ. എവിടെ റൂം എടുത്തിട്ട്? വാസുവിന്റെ വീട്ടിൽ നിന്ന് അവൻ പോയില്ലേ 2 ദിവസം. അവൻ മറ്റേ മരട്ടിലെന്ത് റൂം എടുത്ത് മൊളാസ്റ്റ് ചെയ്യാൻ നോക്കി. മൊളാസ്റ്റ് പെട്ട് എന്നൊക്കെ പറയുന്നളിയാ. പറഞ്ഞു പോയത് മരടില് റൂം എടുത്ത് മൊളാസ്റ്റ് പറയുന്നത്. നീ കത്തിപ്പോയി. എനിക്കറിയത്തില്ല പറയാളിയാ. അലീന ഇത് വളർത്തുന്നപ്പോ നീ എന്ത് ചിരിക്കുക? ഒരു സന്തോഷം.
എന്തോ കോമഡി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് പറയണം. അല്ലല്ല ചോദിച്ചു എന്തോ ഒരു തമാശ മനസ്സിലുണ്ട് അത് പറയണം. അതിന് നമ്മള് നാണൊക്കെ കാണൂല. അതെ അവനൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടാ. നമ്മളൊന്ന് ചോദിച്ചാ അവന് പറ്റത്തില്ല. അലീനുണ്ടോ ഇവിടെ ചന്ദ്ര? ഇല്ലാണോ തെറ്റിയില്ല വയ്യാത്തല്ലേ അണ്ണാ. ആശുപത്രിയിലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വീട്ടിൽ കിടന്നു തുടങ്ങും. ഗ്യാസല്ലേ അമ്മ തൂങ്ങി. അതെ ഈ വയറിളക്കം വന്ന അങ്ങനെയാണല്ലേ വെളിയിൽ വരുവേ. അന്നേരം വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്തില്ലേ ഭയങ്കര പ്രശ്നമാണ്. இல்ல பெரியப்பா நாளைக்கு ஹாஸ்பிடல்ல വാസണ്ണ അത് പറഞ്ഞിട്ടേ വാസണ്ണ എനിക്ക് പുതിയ ബോയ് ഫ്രണ്ട് ആയെന്ന് പറഞ്ഞിട്ട് കേട്ടാ. അതിപ്പോ എന്താ ബ്രേക്കപ്പ് ആയി, അവള് പുതിയ റിലേഷൻഷിപ്പ് ആയി, മൂവ് ഓൺ ആയി. ഒരു കൊച്ചിനെ ദത്തം എടുത്ത് ആൾക്കാര് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് എന്തെങ്ങനെ പറയണ അങ്ങനെയല്ല ഇവിടെ പറയാൻ പറ്റത്തില്ല. ആൾക്കാര് പറഞ്ഞ നീ പറയണ എന്താ? ഞാനല്ല ആൾക്കാര് എന്താ ഈ പൊതു സദസ്സിൽ പറയാൻ പറ്റത്തില്ല അത്. അന്നാ ഞാൻ മാറിയേക്കാം. വന്നേ എന്നാ അതൊരു സിറ്റിയിലെ ഒരു ഇത് വെച്ചിട്ടേ ഗോകുവാ സിറ്റിയിലെ ഒരു കരക്കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അണ്ണന് കഴിവില്ലാത്തോണ്ടാണ് അവള് ബ്രേക്കപ്പ് അടിച്ച് പോയിട്ട് ഇപ്പൊ ഒരു കൊച്ചിനെ ദത്തെടുത്തിട്ട് വളർത്തണം എന്നാണ്. ഈ കൊച്ചിനെ ദത്തെടുത്തതിന് ശേഷമാണ് അങ്ങനെ സംസാരം വന്നു തുടങ്ങിയേ. ആണല്ലേ? ഇപ്പൊ എനിക്കിപ്പോ ഒരു കുഞ്ഞാൻ പോവാണ് അത്. അപ്പൊ സൂര്യബോസ് ഇല്ല അങ്ങനെയല്ല ഇതിപ്പോ ഞങ്ങൾ ബ്രേക്കപ്പ് ആയില്ലല്ലോ. അല്ല നീ ഇപ്പൊ പറയുന്നത് നിന്റെ കൊച്ചാണെന്നാ പറയണേ. അപ്പൊ നിനക്ക് സൂര്യബോസിനെ നീ ദത്തെടുത്ത സമയത്ത് നിനക്ക് ഈ ആവതില്ലാത്തോണ്ടാണോ നീ ദത്തെടുത്തല്ലടാ സൂര്യബോസ് അല്ല അണ്ണ ഞാൻ അങ്ങനെയല്ല. ഞാൻ അതിന് ബ്രേക്കപ്പ് ആയില്ലല്ലോ. പക്ഷേ അടാ അങ്ങനെയാണ് ഇതിപ്പോ അങ്ങനത്തെ സംസാരം. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ കൊച്ചിനെ തറക്കണം, ആ ചിന്നിക്കുട്ടിയെ. ഞാൻ അതാണ് ട്രൈ ചെയ്തോണ്ടിരിക്കണേ. ഇപ്പൊ ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു കൊച്ച് വല്ല പൊട്ടക്കടത്തിലോ. നമ്മള് അനാഥാലയത്തിൽ വളർന്നവരല്ലടാ നമ്മള്. ഒരു തുണയില്ലാത്തതിന്റെ വിഷമം നമുക്ക് നല്ലതായിട്ട് അറിയുന്നതല്ലേ. ആ തുണയില്ലാത്തതിന്റെ നാക്ക് ഇതോട്ട് പലാറ്റ വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ നിന്റെ ഈ തന്തയില്ലാത്ത ചേർക്കാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? അവനെ അവന്റെ നാക്ക് തമിഴ്നാട് വരെ നീളമുണ്ട് അവന്റെ. അണ്ണാ അത് ആ കുരുത്തക്കെട്ടനെ വെച്ച് നോക്കുമ്പോ എന്റെ മോനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കക്കുടം. അവള് കയ്യും കരവശം കാണിച്ച് എന്റെ മോനെ വളച്ച്. സൂര്യബോസിന്റെ ഗേൾഫ്രണ്ട് ആണ് ഇപ്പൊ അവള്. വളർന്നിരിക്കുന്നോണ്ട് പറയണേ. ഇവര് പറയുന്ന റിലേഷൻഷിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ള 2 പിള്ളേരുടെ കപ്പിളുടെ കാര്യമാണ് പറയണേ. നീ ഇങ്ങനെ ബീച്ചെ വളർത്തി കാറിലായും എക്സ്പ്രീഡ് ആക്കി നടന്നോ? അല്ല അവസാനം ഞാൻ പറയുന്നത് എനിക്കിത് കണ്ടിക്കാൻ പറ്റൂല. അത് എന്റെ മോൻ ഒരു കൊച്ചായിട്ട് ഇങ്ങനെ സല്ലപിച്ച് നടക്കാൻ എനിക്ക് കണ്ടിക്കാൻ പറ്റൂല. പിന്നെ ആ പെണ്ണിന്റെ ഭയങ്കര നാക്കമാണ്. നമ്മൾക്ക് ഇതിനൊക്കെ മുളയിലേ നുള്ളണം. ഡേഞ്ചർ ഇതൊക്കെ ഡേഞ്ചർ ആയിട്ട് വരും നമുക്ക്. ആണോ? എന്നാ നിന്റെ മോനും അലിനേക്കും ആ കൊച്ചിനോട് വിഷം കളിക്കൂടും. അല്ല അലിനെ കൂടെ പറ്റില്ലല്ലോ. ഇത് അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലേ ഇതൊക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അഥവാ ഇനി നിന്റെ ഒരു വിശ്വാസം അനുസരിച്ച് അലീനയുടെ വയറ്റിലുള്ളത് നിന്റെ കൊച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് വർത്തനാണ് ഇത്? അല്ല ഞാൻ അല്ല ഇങ്ങനെ പറഞ്ഞ നിന്റെ കൊച്ചാണെങ്കിൽ എടാ ഈ പ്രസവം, പേരെടുപ്പ്, ഈ സ്കാനിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെലവടക്കം എല്ലാം ഉണ്ട്. അപ്പം കുഞ്ഞ് വരുന്ന ആ ഒരു 10 മാസം ടി വി ഒന്നും ഇറങ്ങണം. എടുക്കുമല്ലോ നമ്മള്. അതിന് എന്ത് ചെലവ്? ചെലവിന്റെ കാര്യം കൊണ്ടല്ല. എനിക്ക് നമ്മൾ ആ സ്ഥാനത്ത് കോഹ്ലിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം. എന്നാലേ എന്റെ സ്ഥാനം വഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആരാണ് ഉള്ളത്? ഒന്ന് പറഞ്ഞാണ്. ജസ്റ്റ് ഒരു പേര് പറഞ്ഞാണ്. ഈ ബാറ്റുവിന്റെ പേരെന്ന് പറഞ്ഞല്ലേ? അതാണ് അവസാനം. അണ്ണാ ഇപ്പഴും പലട്ടെ ഇപ്പൊ മാപ്പ് ഇടാണ്ട് പോകാറുള്ളത് എവനെ കോഹ്ലിയുടെ ആക്കാനോ? അതെങ്ങനെയാണോ അച്ഛനായോ അതേപോലെ കോഹ്ലിയുടെയായി. ഒരു കഴിവില്ലാത്തവൻ. ഒരു എഫേർട്ടും ഇല്ല. നിങ്ങൾ കത്തിയോ? ഹലോ ഇല്ല. ഞാൻ മാത്രം സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. ഒരു അനക്കമില്ല. മനസ്സിലായി? ഇപ്പോഴും 5 റഫേഴ്സ്. അണ്ണൻ മരിച്ചാ? ഒരു അനക്കവും ഇല്ല.
കത്തി എല്ലാരും കത്തി ഇതാണ് എല്ലാരും കത്തുന്നത്. നമ്മുടെയൊക്കെ ചെറിയ പീസി ആയിട്ട് പോലും ചേട്ടാ നീക പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്ടാ നീക ഇത് പൈസ കൊടുത്ത് ചന്ദ്ര നീ അളിയ അല്ലെ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് വാസോടെ മാത്രം കത്തി കേട്ടോ ഡയലോഗ് അടിച്ചിട്ട് 50-90 ആണെന്നൊക്കെ പറഞ്ഞേ ഈഗിരി കത്തിയേ കത്തിപ്പോയി ആളാദ്യം കത്തിപ്പോയി ഇത് കൊള്ളാത്ത എന്താടി നീ കുനിഞ്ഞിട്ട് ഇവിടെ പൊള്ളിക്ക നീ ഇന്റർലോക്കിലോട്ട് കുടിഞ്ഞിരുന്ന ചന്ദ്ര അമ്പത്തൂർ പയ്യനെ വെക്കുന്നു ചന്ദ്രന് ബോധയുടെ അല്ല എന്തിനും സൂര്യോസ് കത്തി ഇതൊക്കെ നമ്മളെ വലിയ സ്പെക്കിന്റെ ആൾക്കാരാ മാറിക്ക് ഇവിടുന്ന് മാറിക്ക് ശിക്ഷ നടത്ത് മാറിക്ക് ഇതിൽ എങ്ങനെ പോകുന്നു കുടുംബവും കുട്ടികളും കുട്ടികളൊക്കെ അങ്ങനെ പോണ്ടേ പുതിയൊരു മെമ്പറൊക്കെ വരാമോ പറഞ്ഞേ തട്ടി വിട്ട് പോണേ ഇതൊക്കെ ആരത് ഇതൊക്കെ ആരതാണ് അവിടെ എടുത്ത് നിക്കുന്നത് ഇതൊക്കെ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്പാദനം എവിടെ നിന്നാണ് വളർത്താൻ നമുക്ക് എല്ലാരെയും മാമ മാമാന്ന് വിളിക്കണം മനസ്സിലായി പെമ്പിളരെയൊക്കെ സിറ്റി ഓടിക്കുമ്പോ അടുത്തൊന്ന് മാമാന്ന് വിളിക്കുമ്പോഴേ പോയി അവൾമാരെ എറിയ എന്നെ കവറി കെട്ടി സത്യല്ലേ ഈ പിള്ളേർ വന്നതിന് ശേഷം നമുക്കൊരു സമാധാനം ഇല്ലാണ്ടായിപ്പോയി മാമന്മാരായിരുന്നു ചന്ദ്ര അതാ സിറ്റുവേഷൻ നിന്റെ ടെസ എന്താ പറയണത് ചന്ദ്ര കഴിഞ്ഞ ചാപ്റ്റർ പാസ്റ്റ് ഈസ് പാസ്റ്റ് ഞാൻ താരയായിട്ട് ഇപ്പൊ ഡേറ്റിംഗിലാണ് അറിയില്ല ആരായിട്ട് താര താറ താരല്ല താര ബി സി